ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണൂത്തി അഖിൽ എക്സോട്ടിക്കയിലാണ് കേട്ടോ. ഒരുപാട് എക്സോട്ടിക് പ്ലാന്റുകൾ നമ്മൾ ഇവിടുത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടുത്തെ വേറിട്ട കാഴ്ചകളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഞാൻ വർഗീസ് ഷാജു, അഖിൽ എക്സോട്ടിക്ക നഴ്സറിയുടെ പ്രൊപ്പറേറ്ററാണ്. 1000 ചില്ലാനം വെറൈറ്റി എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ചെടികളായിട്ട് വേറെ അടുത്തൊരു നഴ്സറി തന്നെ, അതിനായിട്ട് തന്നെ വേറെ നഴ്സറി ഉണ്ട്. ഇതിൻ്റെ ഔട്ട്ലെറ്റ്സ് 1-2 പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് മാടക്കത്തറ റൂട്ടിലാണ്. അതെല്ലാം നമുക്ക് പോയിട്ട് പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ ടോട്ടൽ ഇപ്പോൾ എത്ര ഔട്ട്ലെറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ? ഞങ്ങൾക്ക് ടോട്ടൽ 4 ഔട്ട്ലെറ്റ് ഉണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും അഖിൽ എക്സോട്ടിക്ക നഴ്സറിയിലേക്ക് സ്വാഗതം. നമ്മുടെ അഖിൽ എക്സോട്ടിക്ക നഴ്സറിയിൽ എല്ലാ വിധത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെയും എക്സോട്ടിക് പ്ലാന്റ്സിൻ്റെയും വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ജാക്കിൻ്റെ തന്നെ പറയുകയാണെങ്കിൽ ദംസൂര്യ റെഡ്, അതായത് ശങ്കര സിദ്ധു പ്രകാശ് ചന്ദ്ര എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജാക്കുകളാണ്, റെഡ് ജാക്കുകളാണ് വരുന്നത്. അതുപോലെ തന്നെ വിയറ്റ്നാം റെഡ്, ദംസൂര്യ റെഡ് എന്നിങ്ങനെ വെറൈറ്റികളുണ്ട്. ഇത് ദംസൂര്യ റെഡിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. ഇതൊക്കെ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്? നല്ല ജാക്കാണ്, നല്ല ടേസ്റ്റിയാണ്. ഉള്ളിൽ ഇപ്പോൾ റെഡ് കളർ വരുന്ന ജാക്കുകൾ അധികം കേരളത്തിൽ അങ്ങനെ അധികം ആയിട്ടില്ല, വീടുകളിലും പരിസരങ്ങളിലൊന്നും അങ്ങനെ അധികം ആയിട്ടില്ല. സാധാരണ വരിക്ക, കൂഴ പോലത്തെ ചക്കകളാണ് ഉള്ളത്. ഈ വിയറ്റ്നാം റെഡൊക്കെ നല്ല ടേസ്റ്റിയാണ്. അവിടെ റിസൾട്ട് വന്നവരൊക്കെ പറഞ്ഞത് നല്ല ടേസ്റ്റിയും ബെസ്റ്റ് ചക്കയാണെന്നാണ് പറയണത്. ഓക്കെ, ഈ ഒരു ഐറ്റുള്ള തൈകൾക്കൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഈ വിയറ്റ്നാം റെഡ് എന്ന് പറഞ്ഞ വില കുറവാണ്, അധികം റേറ്റ് വരുന്നില്ല. ഒരു 150-125 വരെയൊക്കെ വരുന്നുള്ളൂ. ആ റേഞ്ച് മുതലുള്ള നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഇത് കുറച്ച് വലുപ്പം കൂടുതലായതുകൊണ്ട് റേറ്റും കുറച്ച് കൂടും. റേറ്റ് കുറച്ച് കൂടുമെങ്കിൽ അധികം കൂടുന്നില്ല. ഒരു 350-ക്കൊക്കെ എത്ര പോകുന്നത് ഈ റേഞ്ചിലുള്ളതൊക്കെ കിട്ടും. കൊടുക്കല്ല. ഇത് J33 എന്ന് പറഞ്ഞതാണ്. 350-400 റേഞ്ചിലാണ് വരുന്നത് J33 റേറ്റ് വരുന്നത്. നല്ല വരിക്കാണ് ഇത്. ഇങ്ങനെ ആൾക്കാർ ഇപ്പോൾ ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണ, ഇൻഡസ്ട്രിയലായിട്ട് ഉപയോഗിക്കണ ഒരു, അതായത് തോട്ടം സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ. തോട്ടം റബ്ബറിന് പകരമൊക്കെ പ്ലാവും തോട്ടം സെറ്റ് ചെയ്യുന്നത് സംഭവമാണ് J33 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മളെ ജബോട്ടിക്ക വേണമല്ലേ? ജബോട്ടിക്കയുടെ നമ്മുടെ ഒരു 100-150 വെറൈറ്റിയുടെ മുകളിലുണ്ട് ആളുകളിൽ. ഞങ്ങളുടെ മുതലാളി അത് കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കളക്ഷൻ എടുക്കും. ആൾക്ക് ഇതിൻ്റെ ഒരു ക്രേസാണ്. എസ്കാർലറ്റ്, ടൈഗർ, റെഡ് ഹൈബ്രിഡ്, പ്രിക്രോഷ്യ, പ്രാങ്ക, അങ്ങനെ കുറേ വെറൈറ്റികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല മൾട്ടി ഉണ്ട് തോന്നുന്നല്ലോ ഇവിടെ. 2-in-1, 3-in-1 മൾട്ടി ഗ്രാഫ്റ്റ് ഉണ്ട്, ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും ഉണ്ട്. ഈ ജബോട്ടിക്ക എത്ര റേഞ്ച് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ജബോട്ടിക്ക 500 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഇവിടെ കൊടുക്കുന്നത് സീഡ് മുളപ്പിച്ചുണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ലെയർ ചെയ്യും ജബോട്ടിക്ക. അപ്പോൾ എയർ ലെയർ ചെയ്തിട്ട് വേര് പിടിപ്പിച്ചിട്ട് അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് തൈ ഉണ്ടാക്കും. ആ തൈകൾക്ക് എന്ന് പറഞ്ഞാൽ തായ് വേരില്ല. അങ്ങനത്തെ തൈകൾ വില കുറവിന് കിട്ടും. പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ള ക്വാളിറ്റി തൈകളാണ്, ഒക്കെ സീഡ് മുളപ്പിച്ചാണ്. എയർ ലെയർ ഞങ്ങൾ ചെയ്യാറില്ല. ഓക്കെ, ഈ സീഡ് മുളപ്പിച്ചാകുമ്പോൾ എത്ര വർഷം കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും? ചുരുങ്ങിയത് ഒരു 3 വർഷം വരെ. സബാറ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഒരു 10 വർഷം എങ്കിലും എടുക്കും. അതായത് സീഡ് ആയതുകൊണ്ട് പ്ലാന്റ് എപ്പോഴും ഹെൽത്തി ആയിരിക്കും. പ്ലാന്റ് ഹെൽത്തി ആയിരിക്കും സീഡാണെങ്കിൽ. അത് സീഡ് 3 വർഷം കൊണ്ട് കഴിക്കണമെന്ന്. റെഡ് ഹൈബ്രിഡും പ്രിക്രോഷ്യൊക്കെ പെട്ടെന്ന് 3 വർഷം കൊണ്ട് തന്നെ കഴിക്കും. ഓക്കെ, ഈ ഭാഗത്ത് നമ്മുടെ പേരത്തൈകളെ കളക്ഷൻ ആണെന്ന് തോന്നുന്നില്ല. പേരയും ജാക്കും കുറച്ച് വെച്ചിട്ടുണ്ട്. അതെ, അത് ഇതിൽ ബാക്കിലിരിക്കുന്ന ഇവിടെ അധികം കളക്ഷൻ ഇല്ല. ഞങ്ങളുടെ മെയിൻ നഴ്സറിയാണ് കൂടുതൽ കളക്ഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സിദ്ധു, ശങ്കര എന്ന് പറയുന്ന വെറൈറ്റികൾ കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് റെഡ് ജാക്കാണ്. ഇത് പേരയിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ തായ്ലാൻഡ്, ജപ്പാൻ, അതുപോലെ തന്നെ ഐസ്ക്രീം പേര, അങ്ങനെ വെറൈറ്റി പേരകളുണ്ട്. പിന്നെ ചാമ്പ ആണെങ്കിൽ കിങ് കോങ് ചാമ്പ, DL ചാമ്പ എന്നിങ്ങനെ പല വെറൈറ്റികളുണ്ട്. ഇത് അഖിൽ എക്സോട്ടിക്ക ഫ്രൂട്ട് ഫാം നഴ്സറിയിലെ മൾട്ടി ഗ്രാഫ്റ്റ് മാവാണ്. ഇതിൻ്റെ ഒരു മാവ് 5-in-1 ആണ്. അത് ഈ ഒരു മാവുമ്പോൾ തന്നെ 5 വെറൈറ്റീസ് ഉണ്ട്. അത് വിവിധ തരം നല്ല കണ്ണഞ്ചിക്കുന്ന വെറൈറ്റികളാണ്. നമുക്ക് നല്ല ഈൽഡിങ് കിട്ടാവുന്നതാണ്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ ഒരു 4000 വരും. ആ റേഞ്ചിലേക്ക് വരും അല്ലേ? ഇത് വിവിധ തരങ്ങളുണ്ട്. നമുക്ക് കൊറിയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കൊറിയറിങ് നമുക്കുണ്ട്. പിന്നെ കൂടാതെ ഇപ്പോൾ പെറ്റ്സ് വെഹിക്കിളിൻ്റെ ഒരു വണ്ടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ലൈവായിട്ട് തന്നെ പ്ലാന്റ് കഴിക്കും, ഒരു കേടും കൂടാതെ ഇപ്പോൾ പോകാറുണ്ട്. നാനോ ബനാനയാണ് ഇത്. ബനാന വെറൈറ്റിയാണ് ഇത്. ഓർണമെൻ്റലാണ്, അത് ഫ്രൂട്ട് ഒന്നും ഉണ്ടാകാറില്ല. നല്ല ഫാൻസിയാണ് ഇത്. കൂടാതെ ബ്ലൂ ജാവ, നാനോ പിങ്ക് ബനാന, വെരിഗേറ്റഡ് ബനാന, ഇതുപോലത്തെ വെറൈറ്റികൾ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ബനാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫ്രൂട്ട് ഉണ്ടാവില്ല. ഇതിന്മേൽ ഫ്രൂട്ട് ഉണ്ടാവില്ല. ഇത് ഓർണമെന്റലാണ്, ഷോക്ക് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ്. പക്ഷെ നല്ല ഫാൻസിയാണ്. നല്ല പല പല കളർ ഉണ്ടാവും. ഇതിൻ്റെ കളർ ലൈറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് കളറുകൾ മാറും. നീല വരും, റെഡ് വരും, ബ്രൗൺ വരും.
ഇതിലൊക്കെ ആയുസ് എന്ന് പറഞ്ഞാൽ എത്ര സമയത്തോളം ഇത് അടിയിൽ നിന്ന് ഇങ്ങനെ ധാരാളം ബ്രാഞ്ചുകളും ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം വരെ നമുക്ക് ഡ്യൂറേഷൻ അങ്ങനെ അറിയാം? അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അടിയിൽ നിന്ന് ബ്രാഞ്ചുകൾ വന്നിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിന്നാണ് കണ്ടേക്കണം. വെള്ളത്തിൽ വളരുന്ന ബനാനയാണ്, ഇതിൻ്റെ വാട്ടർ ബനാന എന്ന് പറയും. ഇതിന് പിന്നെ ഇത് കൊല ഉണ്ടാവും, കാണാൻ നല്ല ഫാൻസിയാണ്, നല്ലൊരു പിന്നെ ഇത് വാട്ടർ പ്ലാന്റ് ആണോ? വാട്ടർ ബനാന വെള്ളത്തിൽ വളരും. വാട്ടർ പ്ലാന്റ് ആയിട്ടല്ല, വെള്ളം ഇതിന് ആവശ്യമാണ്. നല്ല പിന്നെ ഡ്രൈ ഇതിൽ ചെടികൾക്ക് കംപ്ലൈൻറ്റ് വരും, വെള്ളത്തിലാണ് ഇത് വളരുന്നത്. സുഹൃത്തുക്കളെ, അലിക്കോഷ്യ പ്ലാന്റ് ലാൻഡ്സ്കേപ്പ് ചെയ്യാനും മറ്റ് വീടിൻ്റെ സൈഡിലൊക്കെ നല്ല ഭംഗിയിൽ വെച്ച് പിടിപ്പിക്കാനും ആയിട്ട് ഇപ്പോൾ ആൾക്കാർ എടുക്കുന്ന സംഭവമാണ് അലിക്കോഷ്യ പ്ലാന്റ്. കാണുമ്പോൾ ഒരു ചേമ്പല പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു ലൈനായിട്ട് വിരിച്ചു വരുമ്പോൾ നല്ല ഭംഗി. റെയിൻ ഫോറസ്റ്റ് പ്ലം, കൊക്കോ പ്ലം, റെയിൻ ഫോറസ്റ്റ് പ്ലം ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ ട്രോപ്പിക്കൽ കൂടുതലും കായ്ക്കുന്നത്. അപ്പോൾ പ്ലംസ് ആയതുകൊണ്ട് പലർക്കും ഡൗട്ട് കായ്ക്കുമെന്നാണ്. 100% ഉറപ്പ് പറയാം, റെയിൻ ഫോറസ്റ്റ് പ്ലം കേരളത്തിൽ കായ്ക്കണ നല്ലൊരു ഇനമാണ്. നമുക്ക് വീടിൻ്റെ മുറ്റത്ത് ഡ്രമ്മിലോ അല്ലെങ്കിൽ ചെറിയ ചട്ടി അത്ര ചെറുതാവരുത്, കുറച്ച് ആവറേജ് സൈസുള്ള ഒരു ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് പരിപാലിക്കാവുന്നതാണ്. ഇപ്പോൾ സ്ഥലമില്ലാത്തവരൊക്കെ ഈ ജബോട്ടിക്ക് റെയിൻ ഫോറസ്റ്റ് പ്ലം ഒക്കെയാണ് ഡ്രമ്മിലും ചട്ടികളിലൊക്കെ ആയിട്ട് വെക്കുന്നത്. ഈ തൈയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം കൊണ്ട് റിസൾട്ട്? ഇത് വലിയ തൈയൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരു 1.5 വർഷം കൊണ്ട് കഴിക്കും. ഇതൊരു 2-2.5 വർഷം എടുക്കും. 2.5 വർഷം എടുക്കും അല്ലേ? തൈയൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് ഇത്ര ഒന്ന് പ്ലാന്റിന് 500 രൂപ വരുന്നത്. 500 രൂപ വരുന്നുള്ളൂ അല്ലേ? ഇത് വൈറ്റ് ലോങ്ങനാണ്. വൈറ്റ് ലോങ്ങൻ നമുക്കറിയാം, ലോങ്ങൻ ചെടികൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ റംബൂട്ടാനാണ് എല്ലാവർക്കും അറിയാവുന്നത്. ലോങ്ങൻ വെറൈറ്റികൾ എല്ലാവരും അറിഞ്ഞു വരുന്നുള്ളൂ. പലർക്കും ലോങ്ങൻ്റെ ആ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ എന്താണ് ലോങ്ങൻ എന്നൊന്നും അറിയില്ല. വീടുകളിലൊക്കെ വെക്കാവുന്ന റംബൂട്ടാൻ കഴിഞ്ഞ ഏറ്റവും നല്ല സെലക്ഷനാണ് ലോങ്ങിന്റെ. എത്ര വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്? ലോങ്ങിൻ്റെ ഒരു 35ഓളം വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. റെഡ്, വൈറ്റ് ലോങ്, അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഇത് നമ്പ്യാർവട്ടം ലാൻഡ്സ്കേപ്പിങ്ങിനും അതായത് വീടുകളുടെ ഫ്രണ്ടിലും അലങ്കാരത്തിന് വയ്ക്കാൻ പറ്റിയ ചെടിയാണ്. നമ്പ്യാർവട്ടം, യുജീനിയ, അഗ്നോണിമ എന്നിങ്ങനെ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വരുന്നത് അബിയാണ്. അബി ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആണ്. നല്ല ഫ്രൂട്ടും അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പറ്റിയ സംഭവമാണ്. നമ്മൾ വെയിൽ കൊണ്ട് ജോലി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ അബി ഒരെണ്ണം കാഴ്ച വെക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കഴിക്കുമ്പോൾ നല്ല റിലാക്സേഷനാണ്. കാരണം നല്ല വാട്ടർ കണ്ടൻറ്റും കരിക്ക് കഴിക്കുന്ന പോലെ തന്നെ ഉള്ളിൽ നല്ല വെള്ള കളറിൽ ഫ്രഷ് ആയിട്ട് വരുന്നതാണ് അബിയു. ഈ തൈക്കൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 150 തൊട്ട് മുകളിലേക്ക് നമുക്ക് അബിയു ഇവിടെ സെയിൽസ് ഉണ്ട്. സെയിലുണ്ടല്ലേ? അത് അബിയുവിൻ്റെ ഒരുപാട് വെറൈറ്റീസും നമ്മളിവിടെ ഉണ്ട്. ഇത് വരുന്നത് കലാത്തി ലൂട്ടിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ റെഡും ഗ്രീനും അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിന് മെയിനായിട്ട് പോണ പ്ലാന്റുകളാണല്ലേ? അതെ, കലാത്തി ലാൻഡ്സ്കേപ്പിന് ഭയങ്കര സെയിലാണ് പോണത്. ഓക്കെ, ഇതിലൊക്കെ റേറ്റ് എങ്ങനെ വരിക? റേറ്റ് 80 തൊട്ട് മുകളിലേക്ക് ഉണ്ട്, ഡിപ്പെൻഡിങ് ഹൈറ്റ്, ക്വാളിറ്റി, കാര്യങ്ങളൊക്കെ അല്ലേ? അതെ. കവർ സൈസും ഹൈറ്റും അനുസരിച്ചാണ് ചെടികൾ സെയിൽ ചെയ്യുന്നത്. ജഡേജ പ്ലാന്റ് ആണ്. ഇത് നോക്കി മുടി പോലെ കിടക്കുന്നതുണ്ടോ? ലാൻഡ്സ്കേപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് ആയി കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. സുഹൃത്തുക്കളെ, ബോഗൻവില്ല പ്ലാന്റ്സ് എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും പ്രിയവും അതുപോലെ തന്നെ എല്ലാവരും വീടുകളിലേക്ക് ആർത്തിയോടെ മേടിച്ചുകൊണ്ട് പോകുന്ന സാധനമാണ് ബോഗൻവില്ല പ്ലാന്റ്സ്. മെയിൻ്റെനൻസ് കുറവായതുകൊണ്ട് തന്നെ എല്ലാ വീട്ടുകാർക്കും ബോഗൻവില്ല പ്ലാന്റ്സിനോട് ഭയങ്കര അടുപ്പാണ്. റോസ് പോലെ അത്ര മെയിൻ്റെനൻസ് വരുന്നില്ലാതാണ് ഈ പ്ലാന്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. വിഷം അടിച്ചില്ലെങ്കിലും വളം ഇട്ടില്ലെങ്കിലും കുറച്ച് വെള്ളം മാത്രം കിട്ടിയാലും പൂക്കൾ നന്നായി തരുന്ന സംഭവമാണ്. എന്ന് വെച്ച് നോക്കരുതെന്നല്ല, നോക്കേണ്ട പോലെ ബോഗൻവില്ല നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വീടുകളിൽ നമുക്ക് വെക്കാവുന്ന പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പലതരം വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. റൂബി റെഡ്, ചില്ലി, അതുപോലെ തന്നെ ബട്ടർ, ഫയറോപ്പൽ, അങ്ങനെ ഒത്തിരി വെറൈറ്റികൾ ബോഗൻവില്ലയുടെ ഉണ്ട്. റോസ് പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. റോസ് പ്ലാന്റ്സ് ഗേൾ ഫ്രണ്ടിനൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് റോസ് പ്ലാന്റ്സ്. പ്രണയത്തിൻ്റെ ഒരു സംഭവമാണ് റോസ് എന്ന് പറയുന്നത് തന്നെ. എപ്പോഴും പ്രപ്പോസ് ചെയ്യുമ്പോൾ എല്ലാവരും ആദ്യം കൊണ്ടു കൊടുക്കുക ഒരു റോസ് ബൊക്കെയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരിക്കലും ഒരു റോസ് പ്ലാന്റ്, ഇവിടെ റോസ് പ്ലാന്റ്സിൻ്റെ പലതരം കളറുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 20 രൂപ തൊട്ട് റോസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നുണ്ട്. അഗ്നോണിമ പ്ലാന്റ്സ് വീടുകളിൽ ഇൻഡോർ ആയിട്ട് വയ്ക്കുന്ന പ്ലാന്റ്സിൽ പെട്ടതാണ്. വെയിലധികം വേണ്ടാത്തതാണ്. ഇതിൻ്റെ പലതരം വെറൈറ്റികൾ, റെഡ് അടക്കം പലതരം വെറൈറ്റികൾ നമുക്കുണ്ട്. സുഹൃത്തുക്കളെ, ചെത്തി നമുക്ക് അമ്പലങ്ങളിലും മറ്റും പ്രസാദത്തിൻ്റെ കൂടെ മനോഹരമായി തരുന്ന റെഡ് ചെത്തികളാണ് കാണുന്നത്. അപ്പോൾ ചെത്തികളുടെ നല്ല വെറൈറ്റികൾ നമ്മുടെ അഖിൽ എക്സോട്ടിക്കിൽ അവൈലബിൾ ആണ്. റെഡ് മാത്രമല്ലല്ലേ, ഫാൻസി ടൈപ്പിലുള്ളതുണ്ടല്ലോ അവിടെ ഉണ്ട്. പലതരം വെറൈറ്റികൾ, പല കളറുകൾ, മിനിയേച്ചർ ചെത്തികൾ നമ്മുടെ അഖിൽ എക്സോട്ടിക്ക നേഴ്സ് ഫാമിലിയിൽ അവൈലബിൾ ആണ്. ഗോൾഡൻ ബാമ്പു നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ നല്ല ഗ്രീനിഷും അതുപോലെ തന്നെ ഒരു നല്ല ഗോൾഡൻ കളറിലും ആയിട്ട് കാണുന്നെങ്കിൽ ഒരു ജംഗിൾ മാതിരിയുള്ള, അത് ചിലവർക്കൊക്കെ നല്ല നേച്ചറിനോട് ഭയങ്കര താല്പര്യമായിരിക്കും.
അങ്ങനെയുള്ളവർ വീടിൻ്റെ സൈഡിൽ 2 സൈഡിലായിട്ട് ബാമ്പു നട്ടുപിടിപ്പിച്ച് കട്ട് ചെയ്ത് നല്ല ഭംഗിയെടുക്കും. ഒരു നേച്ചുറലായിട്ട് നമ്മൾ ഇഴുകി ചേർന്ന പോലെ ആയിരിക്കും ബാമ്പു വീടിൻ്റെ സൈഡിൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ. അതിമനോഹരമായിട്ട് തന്നെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് സെറ്റ് ചെയ്യാൻ അറിയണം. നമ്മൾ നല്ല രീതിയിൽ വീടിൻ്റെ 2 സൈഡിലായിട്ട് ലൈൻ ഇട്ട് വെച്ച് ഇത് വളർന്നു വരുമ്പോൾ മേളിൽ പ്രൂൺ ചെയ്ത് നല്ല ലെവലിലേക്ക് നിർത്തി കഴിഞ്ഞാൽ ഇതിൽ നല്ല ലാൻഡ്സ്കേപ്പിങ് വേറെ സംഭവം. അത്രയ്ക്ക് നല്ലതാണ് ഗോൾഡൻ ബാമ്പു. ഗോൾഡൻ ബാമ്പു പോലെ തന്നെ നല്ല ഒരു വെറൈറ്റിയാണ് പെൻസിൽ ബാമ്പു എന്ന് പറയുന്നത്. ഇതും ലാൻഡ്സ്കേപ്പ് ചെയ്യാനും നമ്മുടെ വീട് ഗ്രീനിഷ് ആയിട്ട്, അതായത് നല്ല നാച്ചുറലായിട്ട് നമ്മൾ ഇഴുകി ചേർന്ന് ജീവിക്കുന്ന പോലെ ആയിരിക്കും ഈ ബാംബൂസ് വീടിൻ്റെ സൈഡിൽ വയ്ക്കും. എലിക്കോണിയ ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് എലിക്കോണിയ. എലിക്കോണിയയുടെ 3-4 വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. വിർജീനിയ ഡാർക്ക് റെഡ്, ഇത് പ്രൂൺ ചെയ്തിട്ട് പുതിയ പൂമ്പോല് വരുമ്പോൾ നല്ല റെഡിഷ് കളറാവും, കാണാൻ അതിമനോഹരമായിരിക്കും.